ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മികച്ച ബുക്കിംഗോട് തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളം സിനിമ ഈ വർഷം തന്നെ ഇപ്പോഴത്തെ മണിക്കൂറിൽ 10,000-ലധികം ടിക്കറ്റുകളെല്ലാം തന്നെ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ടൊവിനോയുടെ ARM എന്ന സിനിമയുടെ ബുക്കിംഗിന്റെ കാര്യത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലടക്കം ഷോകളെല്ലാം തന്നെ ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുൾ ആയിട്ടെല്ലാം തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ബുക്ക് മൈ ഷോ എടുക്കുമ്പോൾ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മികച്ച തരംഗത്തോടെ തിയേറ്ററുകളിൽ ഓടുന്ന ARM എന്ന സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷ 25 കോടിയിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിൽ പോലും 22 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. അതോടെ ഈ 2024 വർഷം ടൊവിനോ നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ഫൈനൽ കളക്ഷനും ARM മറികടന്നിരിക്കുകയാണ്. നടികർ എന്ന സിനിമ 6 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത ഡിസാസ്റ്ററായ ടൊവിനോ സിനിമയാണ്. ആ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനും ഇപ്പോഴത്തെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ടൊവിനോയുടെ ഈ വർഷത്തെ മറ്റൊരു മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ ഫൈനൽ കളക്ഷനായ 16 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനും ഇപ്പോഴത്തെ ARM മറികടന്നിരിക്കുകയാണ്. ARM എന്ന സിനിമയുടെ നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ ആണല്ലോ. മാജിക് ഫ്രെയിംസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഒരുപക്ഷെ ജനഗണമനയ്ക്ക് ശേഷം അത്ര മികച്ച വർഷങ്ങളൊന്നും തന്നെയല്ല. ഗരുഡൻ എന്ന സിനിമ വിജയിച്ചെങ്കിൽ പോലും വേറെ ലെവൽ കളക്ഷനിലേക്കൊന്നും തന്നെ സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. അതേസമയം സമീപകാലത്ത് റിലീസ് ചെയ്ത ലിസ്റ്റൻ സ്റ്റീഫൻ സിനിമകളിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത്. 18 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോഴത്തെ ആനി വിൻബോളി സിനിമയുടെ ഫൈനൽ കളക്ഷൻ വെറും 3 ദിവസങ്ങൾ കൊണ്ട് ARM എന്ന ടൊവിനോ തോമസിന്റെ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമ മറികടന്നിരിക്കുകയാണ്. ഇനി ഈ സിനിമ എത്രത്തോളം ഫൈനൽ കളക്ഷൻ നേടിയെടുക്കുമെന്നൊക്കെ അടുത്ത ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ കാത്തിരിക്കൂ ARMന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.